ആർട്ടിക്കിൾ 370 റദ്ദാക്കുക എന്നത് ബി.ജെ.പിയുടെ ദൗത്യമായിരുന്നു. തെരഞ്ഞെടുപ്പിൽ 370 സീറ്റുകൾ കിട്ടുമെന്ന് ആവർത്തിച്ചു പറയുന്ന ബി.ജെ.പി ഇങ്ങനെ പറയുന്നതിന് പിന്നിലെ കാരണം ജമ്മു കാശ്മീരിനെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞു, ഞങ്ങൾ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയെന്ന് ജനങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അവർ മുഖ്യമായും ആയുധമാക്കുന്നതും ഇതുതന്നെ. കാശ്മീരിൽ അവർ എറിഞ്ഞ കല്ല് ശേഖരിച്ച മോദി വികസിത് ജമ്മു കാശ്മീർ നിർമ്മിക്കാൻ ആരംഭിച്ചു. ഇന്ന് ഓരോ ഇന്ത്യക്കാരനും പറയുന്നു, നിയത് സഹി തോ നീജെ സഹി. ഉദ്ദേശം നല്ലതാണെങ്കിൽ ഫലവും നല്ലതാകും. പക്ഷേ 370 റദ്ദാക്കിക്കൊണ്ട് അവിടെ നിങ്ങൾ നടപ്പിലാക്കാൻ നോക്കിയത് വർഗീയതയാണ്. ഈ റദ്ദാക്കൽ കൊണ്ട് സംസ്ഥാനത്തിന് പുറത്തുനിന്നുമുള്ള ഇന്ത്യക്കാർക്ക് വസ്തു വാങ്ങുന്നതിനോ അവിടെ സ്ഥിരതാമസം ആക്കുന്നതിനോ ഉള്ള വിലക്കുണ്ടായിരുന്നിടത്ത് കാശ്മീരികൾ അല്ലാത്തവരെ അവിടെ ഭൂമി വാങ്ങാൻ അനുവദിച്ചുകൊണ്ട് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തിന്റെ ജനസംഖ്യാ സ്വഭാവം മാറ്റാൻ ബി.ജെ.പി ആത്യന്തികമായി ശ്രമിക്കുകയല്ലേ ചെയ്തത്. അവിടെ നുഴഞ്ഞു കയറാൻ നിങ്ങൾക്കുണ്ടായ പ്രചോദനം ഭൂരിപക്ഷവും മുസ്ലിങ്ങളാണ് എന്നുള്ളത് തന്നെയാണ്. മുസ്ലിം മുക്ത ഭാരതത്തെ സ്വപ്നം കണ്ടു നടക്കുന്ന പാർട്ടിയുടെ മാന്ത്രിക ചരടുവലിയായിരുന്നു ആർട്ടിക്കിൾ 370 റദ്ദാക്കൽ. ബി.ജെ.പി സർക്കാർ ഒരു വിവേചനവും ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. ഞങ്ങളുടെ നയങ്ങൾ എല്ലാവരിലും എത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇതിനായി ഞങ്ങൾ 10 വർഷം പ്രവർത്തിച്ചു. ഞങ്ങളുടെ മന്ത്രം സാച്ചുറേഷൻ എന്നതാണ്, അതായത് ആളുകൾക്ക് 100% പ്രയോജനപ്പെടണമെന്ന്. മോദി വാക്കുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ചോദിക്കട്ടെ, ദ്രാവിഡ മുസ്ലിം ക്രിസ്ത്യ സമൂഹങ്ങളെ അടിച്ചമർത്തിയും അവരുടെ വിശ്വാസങ്ങളെയും പൗരാണികതയെയും ഇല്ലാതാക്കിക്കൊണ്ടും ആര്യ സാമ്രാജ്യത്വത്തെ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്ന നിങ്ങളിൽ എവിടെയാണ് സാച്ചുറേഷൻ ഉള്ളത്? ഇവിടെ വേണ്ടത് ഡെമോക്രസിയാണ്. ജാതിയോ മതമോ നോക്കാതെ രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളെ. ഹിന്ദുസം വേണ്ട, ജനാധിപത്യമാണ് വേണ്ടത്.